ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വ്ളോഗ് എന്ന് പറയുന്നത് ദസറ ഫെസ്റ്റിവലിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ ഫാമിലിയാണ് പോകുന്നത്. ഞാനും എൻ്റെ ഉമ്മയും ഹസ്ബൻഡും പിന്നെ എൻ്റെ കുട്ടികളും. എൻ്റെ ഉമ്മയാണ് ഉണ്ടായിട്ടുള്ളത്, ഹസ്ബൻഡിൻ്റെ ഉമ്മ വന്നിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നായിരുന്നു കേട്ടോ നമ്മൾ പോയത്. അപ്പോൾ എൻ്റെ നാട്ടിലാണ് ഫെസ്റ്റിവൽ നടക്കുന്നത്. എൻ്റെ നാട്ടിൽ എൻ്റെ വീട്ടിൻ്റെ കുറച്ചടുത്ത്, മുഴപ്പിലങ്ങാടല്ല, ധർമ്മടം തുരുത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, അവിടെ ധർമ്മടം അയർലാൻഡ്, അവിടെ നിന്നാണ് ഈ ഫെസ്റ്റിവൽ നടക്കുന്നത്. ഇപ്പോൾ അധികം കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ ദസറ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇട്ട വ്ളോഗും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് ഒന്ന് ചാനലിൽ കയറി നോക്കുക, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിതാ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്കുക. കയറി പടത്തന്നെ ഊഞ്ഞാലുമ്പോൾ കയറി ഇരുന്നിട്ട് ആടുന്നുണ്ട് കേട്ടോ. ഞാൻ ആടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ എന്തോ ചമ്മൽ, കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വരുമ്പോൾ എൻ്റെ മോളെ പ്രഗ്നൻ്റ് ആയിരുന്നു കേട്ടോ. ഇപ്രാവശ്യം വരുമ്പോൾ മോൾക്ക് 5 മാസമായിട്ടുണ്ട്. അപ്പോൾ എൻട്രൻസിൽ തന്നെ അണ്ടർ വാട്ടർ എക്സ്പോ ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഫസ്റ്റ് തന്നെ കുറേ വലിയ വലിയ ഫിഷെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ, എലിഗേറ്റർ അങ്ങനെ എന്തെല്ലോ ഫിഷ് ഉണ്ട്. എനിക്ക് ഇതിൻ്റെയൊന്നും പേരറിയില്ല. അർമാനും ഹെസാച്ചും ഇങ്ങനെ പറയുന്നുണ്ട് ഓരോ ഫിഷിൻ്റെ പേരും. പിന്നെ അങ്ങനെ അവർ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ മക്കൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണല്ലോ, നമ്മളും എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയ ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. നല്ലൊരു സൗണ്ടും നല്ലൊരു നേച്ചറിൻ്റെ ഒരു ഫീല് കിട്ടുന്നുണ്ടായിരുന്നു. ഈ ഒരു ഏരിയ ഫുള്ള് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മളിവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് ഫുൾ ലൈറ്റൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. ദസറ എന്ന് പറയുമ്പോൾ തന്നെ ഫുള്ള് ലൈറ്റാണല്ലോ. അങ്ങനെ ഉള്ളിൽ കയറി. പിന്നെ കുറേ നടക്കാനുണ്ടായിരുന്നു. അന്ന് ലാസ്റ്റത്തെ ഡേ ആയിരുന്നു കേട്ടോ, നമ്മൾ പോകുന്ന അന്ന് ദസറ ലാസ്റ്റ് ഡേ ആയിരുന്നു. പിന്നെ നമ്മളവിടെ ചെറിയൊരു ഷോപ്പ് ഉണ്ടായിരുന്നു, എല്ലാ ഐറ്റംസും ഉള്ളത്, ഫാൻസി സാധനങ്ങളും കുറച്ച് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഹെസാച്ചിന് കുറച്ച് ഫാൻസി ഐറ്റംസും ക്ലിപ്പ് അങ്ങനത്തെയൊക്കെ വാങ്ങി കുറേ നോക്കി. പിന്നെ കുറച്ച് അത്യാവശ്യം ഉള്ള സാധനങ്ങളൊക്കെ ഉള്ളതും അവിടെ. അപ്പോൾ ഇല്ലാത്ത 1-2 സാധനം ഉണ്ടായിട്ട് വാങ്ങി. പിന്നെ അർമാൻ അതിൻ്റെ ഇടയിൽ കുറേ കാറും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം അതൊക്കെ നോക്കിയെന്ന്. പിന്നെ എന്തിലെങ്കിലും കയറാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. ഞാൻ കുറച്ച് കാലമായി ഒന്നിലും കയറാറില്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവർ രണ്ടാളും കുറേ ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നു, ഇങ്ങനത്തെ ആകാശത്തൊട്ടിൽ അങ്ങനത്തെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇപ്രാവശ്യം മറ്റേ ഈ തോണിയിൽ കയറാമെന്ന് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ അതിൽ കയറിയിട്ടിരുന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം മറ്റാണ് കയറുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കയറിയിട്ടില്ല, പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ. ഞാൻ കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, വേറൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ താഴോട്ട് എൻ്റെ കണ്ണും അടച്ചിട്ട് നിൽക്കാമെന്നല്ലാതെ ഞാൻ കണ്ണ് തുറന്നിട്ടേ ഉണ്ടായിട്ടില്ല. അവസാനം ഇറങ്ങി ഛർദി ഒക്കെ വരുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ പിന്നെ ഫുഡിൻ്റെ ഭാഗത്തേക്ക് പോയി. അവിടെ നിന്ന് പിന്നെ കുറച്ച് മുളക് ബജിയും പിന്നെ പാനിപൂരിയും അങ്ങനത്തെ ഓരോ ഐറ്റംസ് ഉണ്ടാവുമല്ലോ നമ്മളിവിടെ വന്നാൽ പൊതുവേ കഴിക്കുന്ന ഗോബി മഞ്ചൂരി, അതൊക്കെ വാങ്ങിയിട്ട് വന്നു. പാനിപൂരി കൊള്ളായിരുന്നു, വേറെ ഒന്നും കൊള്ളൂലായിരുന്നു കേട്ടോ. ഒന്നും വായിൽ വെക്കാൻ കൊള്ളാത്ത, നമ്മൾ വാങ്ങിയല്ലോ എന്നായിപ്പോയി.
പിന്നെ കുറച്ചെങ്കിലും ടേസ്റ്റ് തോന്നിയത് ഈ ഒരു പാനിപ്പൂരി ആയിരുന്നു കേട്ടോ. അപ്പോൾ എസാച്ച് പാനിപ്പൂരി നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അർഷാദിക്കും ഞാനും ഒന്ന് തിന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും എൻ്റെ ഉമ്മയും ഈ മുളക് ബജിയാണ് കേട്ടോ വാങ്ങിയത്. അതൊട്ടും ടേസ്റ്റ് ഇല്ലായിരുന്നു. അർമ്മ പിന്നെ മറ്റേ പൊട്ടാറ്റോ സ്പ്രിങ്കിൾസ്, എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. പൊട്ടാറ്റോ സംഭവം ഉണ്ടല്ലോ അത്. അപ്പോൾ അതിന് ശേഷം പിന്നെ അർമാനും എസാച്ചും കുറച്ച് ഗെയിമിൽ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തു. കുറച്ച് നേരം അവിടുന്ന് ഗെയിം കളിച്ച് സ്പെൻഡ് ചെയ്തു. അവർ രണ്ടാളും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ കുഞ്ഞിനെയും എടുത്തിട്ട് എൻ്റെ ഉമ്മയും ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി തട്ടിയിട്ടൊക്കെ കുറച്ച് ഒരിതായി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന് ഇപ്പോൾ എന്തോ ഒരു താല്പര്യക്കുറവ് പോലെ ഉണ്ട് യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നത്. നമ്മൾക്ക് പോയ സ്ഥലങ്ങളൊന്നും നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാനോ അല്ലെങ്കിൽ എൻജോയ് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. പിന്നെ കുഞ്ഞിനെ എടുക്കണം, പിന്നെ വീഡിയോ എടുക്കണം. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കൂടെ പറയുന്നുണ്ട്, മതി എന്നെ നിർത്തിയേക്ക്, എന്തിനാ ഇങ്ങനെ എടുത്തിട്ട് കഷ്ടപ്പെട്ട് വീഡിയോ ഇടുന്നത്, ഇപ്പോൾ ഒരു എന്താ പറയുക ഒന്നുമില്ല, ഇട്ടിട്ട് ഒരു ഏർണിങ്സോ കാര്യങ്ങളോ അത് കിട്ടുന്നില്ല. അത് കഴിഞ്ഞ യൂട്യൂബിലൂടെ സ്റ്റോപ്പായിട്ടുണ്ടായിരുന്നു, അതുമില്ല. പിന്നെ യൂട്യൂബിൽ ഇപ്പോൾ നല്ല എന്താ പറയുക ഒന്നും കിട്ടില്ല, ലൈക്കോ കമൻറ്റോ അല്ലെങ്കിൽ വ്യൂവേഴ്സോ ഒന്നും വരുന്നില്ല, കയറുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും എത്ര കഷ്ടപ്പെട്ടിട്ടും. പിന്നെ കുഞ്ഞിനെയെല്ലാം നോക്കണം, അതിൻ്റെ ഇടയിൽ ഈ എഡിറ്റിങ്ങും കാര്യങ്ങളും പോയ സ്ഥലങ്ങളും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് മൂപ്പർക്കും ഇപ്പോൾ അത്ര വലിയ താല്പര്യമില്ലാത്ത പോലെയാണ്. അതുകൊണ്ടാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്യാമെന്നുള്ള ഒരു ചിന്തയിലേക്ക് പോവുകയാണ്. സ്റ്റോപ്പ് ചെയ്യാമെന്ന് ആലോചിക്കുന്നുണ്ട്. എടുത്തു വെച്ച കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി അപ്ലോഡ് ചെയ്യും. അത് ചെയ്തിട്ട് നോക്കിയിട്ട് മാത്രമേ മുമ്പോട്ടേക്ക് പോവുള്ളൂ കേട്ടോ, റീസ്റ്റാർട്ട് ചെയ്യുള്ളൂ. പിന്നെ വല്ലാണ്ട് മടുപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നിനോടും താല്പര്യം കാണില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ എന്തോ വീഡിയോ ഇടാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ഒരു മടുപ്പ് വന്നതുപോലെ അങ്ങനെ ഒരു ഫീൽ വന്നു. പിന്നെ നമ്മൾ എന്തെങ്കിലും ഏർണിങ്സ് പ്രതീക്ഷിച്ചാണല്ലോ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അപ്പോൾ അതിലേക്കൊന്നും ഇപ്പം പോകില്ല എന്നുള്ളൊരു ഇത് തോന്നി. കാരണം വാച്ച് അവറൊന്നും കംപ്ലീറ്റ് ആവുന്നില്ല, വാച്ച് അവറൊന്നും കൂടുന്ന പോലുമില്ല. വീഡിയോൻ്റെ എണ്ണം ഇങ്ങനെ കൂടുന്നതല്ലാതെ വാച്ച് അവറോ സബ്സ്ക്രൈബേഴ്സോ ഒന്നും കൂടുന്നില്ല. പിന്നെ എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കാം ഇൻഷാ അല്ലാ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.